ചേച്ചി ഞാനേ മിണ്ടാതെ ഒതുങ്ങി നടക്കുകയാണ്. നീ എന്ന് മുതല് കൂടിയോ അന്ന് മുതൽ നിന്റെ അധോഗതി. അങ്ങേരെന്തോ പറയുന്നത് കേട്ടോ. നീ എന്തിനാ അതിന്റെ പുറത്ത് ചാടിത്തുള്ളാൻ പോണേ? പാർട്ണർഷിപ്പ് പോയി കഴിഞ്ഞാൽ പല ബിസിനസ്സും പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്നെ എവിടെയും ജോലി ചെയ്യാൻ സമ്മതിക്കൂല, വേറെ അന്യ നാട്ടിൽ ജോലി ചെയ്യാൻ സമ്മതിക്കൂല. നീലും പറഞ്ഞ കേട്ടോ, ഞാൻ അവനെ പിടിച്ചു വെച്ചേക്കണ. എടാ നിന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്നെ പിടിവിടാതെ നടക്കണത്. ആദ്യമുണ്ട്, വേദനയുണ്ട്, ദണ്ണമുണ്ട്. എനിക്ക് പിന്നെ നല്ലതൊന്നും പറഞ്ഞുകൂടെ? എനിക്ക് നിന്റെ അടുത്ത് ഒരൊറ്റ കാര്യത്തിലേ ദേഷ്യമുള്ളൂ, ഒരൊറ്റ കാര്യത്തിൽ. നീ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധമേ കാണിച്ചിട്ടുള്ളൂ, ഒരേ ഒരു അബദ്ധം. അതിനാണ് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം. എന്താന്ന് പറയണ? നീ ഇയാളെ സ്നേഹിച്ചത് പോട്ട്, സ്നേഹിച്ച് തോല. നീ ഇയാളെ തിരിച്ചറിഞ്ഞപ്പം ഇയാളെ തേച്ച് ഒട്ടിക്കാത്തത്, നീ ഇയാളെ തേച്ചെടുത്ത് ദൂരെ കളയാത്തത് അറിഞ്ഞപ്പം, ആളാരാണെന്ന് അറിഞ്ഞപ്പം. ഗൗരി മോളെ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിന്നെ കണ്ടപ്പം മുതലുണ്ടല്ല എൻ്റെ ചങ്ക് പിടഞ്ഞിരിക്കുകയാണ്. നീ എന്തിനാ അബദ്ധത്തിൽ ചാടിയത്? ഇവൻ എന്തിനാ കെട്ടിയത്? ഇവന്റെ കാര്യങ്ങൾ നിനക്ക് അറിയാമോ? കല്യാണം കഴിയുന്ന മുമ്പ് ഇവന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ? പറയട്ടാടാ, രാവിലെ എഴുച്ചുണ്ടല്ല ഇവനെ പറമ്പിച്ചെന്ന് പണിയോട് പണിയാണ്. വാഴയ്ക്ക് തടകെടുക്കും, വടവച്ച് വെള്ളം ഒഴിക്കും, ഇവരെ തെങ്ങി തടവെടുക്കും. മതിയടി. നീ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? പിന്നെ പറയണ പിന്നെ പറയടാ, ഞാൻ പറയും. ഇപ്പൊ എനിക്കിതേ പറയാൻ പറ്റൂ. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും. നോക്കിയോ അവന്റെ. നീ ഒരു കാര്യം ചെയ്. എവിടെ? നീ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്തോ കേട്ടാ. നമ്മൾ ഇവിടെ നാളെ രാവിലെ പടവലത്ത് പോയി നിൽക്കാം, അവിടെ നിൽക്കാം. എവിടെ പോയാലും പോലും മിണ്ടരുത്. കൈ ചൂടാ. ആ ചൂണ്ടും. നീ ആരാ നേരത്തെ കൈ ചൂടാ? അച്ഛൻ ഓൾറെഡി പണി ചെയ്തോണ്ടിരിപ്പില്ലേ, പിന്നെന്തിന് മാമിലൂടെ കയറി ഒട്ടാൻ നോക്കണത്? എടാ എട്ടും പൊട്ടുന്നില്ല അതിന്റെ കുട്ടുവാ. ബിസിനസ്സിൽ പോയി 8 നില പൊട്ടായിരിക്കാൻ വേണടാ ഞാൻ പറഞ്ഞു കേട്ടടാ. അയ്യോ, ഈ വല്യച്ഛന്റെ വായില് വെള്ളം പറ്റൂലേ? പണ്ടത്തെ കാട്ടി അലമ്പ് സംസാരം. നമുക്ക് ഹോസ്റ്റലിൽ പോവാം. പെട്ടെന്ന് ഇനി രണ്ടെണ്ണോ എന്തെങ്കിലും വർത്താനം പറഞ്ഞ പിടിച്ച് പുറത്താക്കും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട. അവനൊരു ബിസിനസ്. നിങ്ങൾക്ക് എന്തോന്ന്? നോക്കട്ടെ കാലം.